നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ബുദ്ധിമാന്ദ്യം, മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ളവർ, മസ്തിഷ്ക തളർവാദമുള്ളവർ, സെറിബ്രൽ പൾസി എന്ന് പറയും, അതോടൊപ്പം തന്നെ ഓട്ടിസം ഉള്ളവർ, അല്ലെങ്കിൽ ഇതര മാനസികമായിട്ടുള്ള കുറവുകളുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജ്യം അവരെ രാജ്യത്തിൻ്റെ സമ്പത്തായിട്ടാണ് കാണുക. അവരുടെ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ സ്വത്തുക്കൾ വിഭജിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു നിയമം രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. പലപ്പോഴും മാതാപിതാക്കൾക്ക്, ഇങ്ങനെയുള്ളവരുടെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിയാത്തതുകൊണ്ട് ഒരു കാര്യം നടപ്പിലാക്കി കിട്ടുവാൻ ചിലപ്പോൾ ആ കുട്ടികളുടെ അല്ലെങ്കിൽ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കാം വീടിൻ്റെ അല്ലെങ്കിൽ ഒരു പറമ്പിൻ്റെ ഒരു ഭാഗം വിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പണം നിക്ഷേപിക്കുവാനായിട്ടൊക്കെ കരുതുക. പക്ഷേ എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓടി നടന്ന് വിഷമിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഓർക്കുക, നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ് ബൗദ്ധികമായിട്ടുള്ള മാന്ദ്യമുള്ളവർക്ക്, ഓട്ടിസം ഉള്ളവർക്ക്, സെറിബ്രൽ പൾസി ഉള്ളവർക്ക് പ്രത്യേകമായിട്ട് പരിഗണന കിട്ടുമെന്ന് അറിയുക. അത് ജില്ലാ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ RDOയിലായിരിക്കാം ലോക്കൽ ലെവൽ കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുക. സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലാണ് ഇത് കടന്നു വരിക. അപ്പോൾ ഓർക്കുക, ഇങ്ങനെയുള്ളവരെന്ന് പറയുന്നത് നാടിൻ്റെ സമ്പത്താണ്. അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം.